വ്യവസായ ലോകത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് കൊറ്റനല്ലൂർ ഗ്രാമത്തിൽ ഫാത്തിമ ഫുഡ് പ്രോഡക്ട്സ്. നമ്മുടെ ഫാത്തിമ ഫുഡ് പ്രൊഡക്ട്സ് കമ്പനിയിൽ ഏകദേശം നമ്മൾ 26ഓളം ഫുഡ് പൗഡേഴ്സ് നമ്മൾ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ്. അതിൽ മെയിനായിട്ട് ഉള്ളൊരു ഭാഗം അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത് സ്റ്റീം പുട്ടുപൊടിയാണ്. നമ്മുടെ ഫാത്തിമ സ്റ്റീം പുട്ടുപൊടിയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതിൻ്റെ അരിയാണ്. അരി സെലക്ട് ചെയ്യുന്നതിലായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ വിജയം കണക്കാക്കിയത്. കർഷകരിൽ നിന്ന് നേരിട്ട് ഏറ്റവും മികച്ച അരിയാണ് സ്റ്റീം പുട്ടുപൊടിക്കായി തിരഞ്ഞെടുക്കുന്നത്. മികച്ച അരി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് അരിയെ കഴുകിയെടുക്കുന്നു. ഏകദേശം 3 തവണയോളം വെള്ളം മാറ്റി ഈ പ്രക്രിയ തുടരുന്നു. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയ അരി വെള്ളം മുഴുവൻ വാർന്നു കഴിഞ്ഞാൽ അവയെ സ്റ്റീം ചെയ്യുന്നതിനായി സ്റ്റീമറിലേക്ക് മാറ്റുന്നു. ഫാക്ടറിക്ക് പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ബോയിലറിൽ നിന്നും നിശ്ചിത ഊഷ്മാവിൽ തിളപ്പിച്ച നീരാവി പ്രത്യേക പൈപ്പിൽ കൂടി അകത്തുള്ള സ്റ്റീമറിലേക്ക് കടത്തിവിട്ടാണ് അരിയെ സ്റ്റീം ചെയ്തെടുക്കുന്നത്. നീരാവി ഉപയോഗിച്ച് ഒരു നിശ്ചിത സമയം സ്റ്റീം ചെയ്തു കഴിഞ്ഞാൽ പാതി വെന്ത അരിയെ പ്രത്യേകം തയ്യാറാക്കിയ ട്രേയിലേക്ക് മാറ്റി ചൂടാറാൻ വയ്ക്കുന്നു. സ്റ്റീം ചെയ്ത അരിയെ പൊടിയാക്കി മാറ്റുക എന്നതാണ് അടുത്ത പ്രക്രിയ. അതിനായി പ്രത്യേകമായി തയ്യാറാക്കിയ മെഷീനാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായി കാണപ്പെടുന്ന മെഷീനുകളിൽ പൊടിപ്പിക്കാൻ ശ്രമിച്ചാൽ അവ കുഴമ്പ് പരുവത്തിലായി പോകുവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ പ്രത്യേക ശ്രദ്ധയോടെ അവയെ പൊടിപ്പിക്കേണ്ടതുണ്ട്. പൊടിയായി കഴിഞ്ഞ അരിയെ വറക്കുന്നതിനായി റോസ്റ്റിംഗ് മെഷീനിലേക്ക് മാറ്റുന്നു. വലിയ കട്ട രൂപത്തിൽ കിടക്കുന്ന പൊടിയെ ഉടയ്ക്കുകയും വറക്കുകയും ചെയ്യുക എന്നതാണ് റോസ്റ്റിംഗ് മെഷീനിൽ നടക്കുന്നത്. വിറകിൽ നിന്ന് ലഭിക്കുന്ന ചൂട് ഉപയോഗിച്ച് കൃത്യമായ നിരീക്ഷണത്തോടെ അരിപ്പൊടി വറുത്തു കഴിഞ്ഞാൽ ദീർഘകാലം അരിപ്പൊടി കേടുകൂടാതെ ഇരിക്കുവാൻ ഇത് കാരണമാകുന്നു. പാകമായി കഴിഞ്ഞാൽ അരിപ്പൊടിയെ തണുക്കുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ ട്രേയിലേക്ക് മാറ്റുന്നു. പ്രിന്റ് ചെയ്തു വച്ചിരിക്കുന്ന കവറുകളിലേക്ക് കൃത്യമായ അളവിൽ അരിപ്പൊടിയെ പകർത്തി സെമി ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ ഉപയോഗിച്ച് ഈർപ്പം കയറാത്ത രീതിയിലേക്ക് സീൽ പാക്ക് ചെയ്യുന്നു. നിർമ്മാണ പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും ശുചിത്വം ഉറപ്പുവരുത്തി ജോലിക്കാർക്ക് മാർഗനിർദ്ദേശവുമായി
ശ്രീ ജേക്കബ് ചേട്ടനും ഫാമിലിയും കൂടെ തന്നെ കാണാവുന്നതാണ്. ഫാറ്റിമ ഫുഡ് പ്രൊഡക്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ പൗച്ചുകൾക്ക്, അതായത് കവറുകൾക്ക് മാത്രം ഞങ്ങൾ കളർ കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ ഇറങ്ങുന്നത്. രുചിച്ച് നോക്കിയാൽ മാത്രമാണ് ഫാറ്റിമ എന്താണെന്ന് അറിയാൻ കഴിയുള്ളൂ. നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ലാഭം എന്ന് പറയുന്നത് ആരോഗ്യസ്ഥിതി വർദ്ധിപ്പിക്കാൻ നല്ല പ്രൊഡക്റ്റുകൾ മാത്രം കൊടുക്കുക എന്ന് പറയുന്ന ഒരു തത്വത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുകയാണ്. അപ്പം ഇതാണ് ഫാറ്റിമയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റി. ഫാറ്റിമ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഫാറ്റിമ പുട്ടുപൊടി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം? ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഒരു നുള്ളു ഉപ്പും അതിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. 20ഓളം മിനിറ്റാണ് നമ്മൾ അതിന് വെയിറ്റ് ചെയ്യേണ്ടത്. 20ഓളം മിനിറ്റ് തന്നെ വെക്കണം. ഇത് കഴിയുമ്പോൾ നമ്മൾ തുറക്കുമ്പോൾ അത് ഏകദേശം ഒരു കട്ടയായിട്ടുണ്ടാവും. വെള്ളം അതിലേക്ക് ആ പുട്ടുപൊടിയിലേക്ക് വലിഞ്ഞിട്ടുണ്ടാവും. സ്റ്റീം ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് അതിലേക്ക് വരുന്നത്. ആ സ്റ്റീം ചെയ്ത് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ അരി ചുങ്ങുകയും വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം ഇതിലേക്ക് വലിച്ചെടുത്ത് വീണ്ടും അത് വലിപ്പം വരുന്നു. ആവി വന്നു കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ പുട്ട് ഏകദേശം തയ്യാറായി കഴിഞ്ഞതാണ്. സ്റ്റീം പുട്ടുപൊടി നമ്മൾ വൈകുന്നേരം വരെ വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതാണ് നമ്മുടെ ഫാറ്റിമ സ്റ്റീം പുട്ടുപൊടിയുടെ ഗുണം. ഫാത്തിമ ഫുഡ് പ്രോഡക്ട്സിന്റെ ഫ്രാഞ്ചൈസികൾ തുടങ്ങുന്നതിന് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.